നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് കേരളത്തിൽ വലിയ കോലാഹലം ഉണ്ടാവുകയും അവർക്ക് ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിന് പാരലായിട്ട് നടത്തിയ ഒരു ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ഛത്തീസ്ഗഡിലെ അവസ്ഥ വളരെ മോശമാണെന്നും ബി ജെ പി സർക്കാർ അവിടുത്തെ ജനങ്ങളെ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അവർ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി ഉണ്ടായതെന്നും BJP തന്നെയാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചതും, എന്നിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ സോപ്പിടാൻ വേണ്ടിയിട്ട് BJP അവർക്ക് പോയി ജാമ്യം നേടിക്കൊടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് ഇവിടെ ഈ ആരോപണങ്ങൾ. പക്ഷെ അതേസമയം ഇപ്പോ BJP സർക്കാരിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല എന്ന് ഛത്തീസ്ഗഡിലെ ബസ്തർ ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ഇവിടെ കേരളത്തിലുള്ളവർ അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് ആരോപിക്കുകയും അവിടെ ഉള്ളവർ പറയുന്നു അവിടെ അങ്ങനെ ഒരു വിഷമ ഘട്ടം അവർ നേരിടുന്നില്ല എന്നും പറയുന്നു. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയല്ലേ ഇവിടെ നടക്കുന്നത് BJPക്കെതിരെ? ഒന്ന് കൃത്യമായ ഗൂഢാലോചനയാണ്. അതിന് മുമ്പ് ഛത്തീസ്ഗഡിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ഒരു വ്ളോഗ് ഞാൻ കാണാനിടയായി. ഗുജറാത്ത് സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാണ്, ഗുജറാത്തിൽ എന്തോ വലിയ പ്രശ്നമാണ് നടക്കുന്നത്, ഇത് ഗുജറാത്ത് അല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മാധ്യമപ്രവർത്തകർ നടപ്പെട്ട ഒരു വ്ളോഗ് ചെയ്യുന്നു. വ്ളോഗ് ചെയ്ത സമയത്ത് അവിടെ അവരോട് ചോദിക്കുന്ന ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾ നടത്തുന്ന ഒരു ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നു. അവിടെ 45 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള ഒരു മുസ്ലിം വ്യക്തിത്വം, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത്, എനിക്ക് 45 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നവും ഇവിടുത്തെ BJP നിന്നും ഉണ്ടായിട്ടില്ല. 2, ഇവിടുത്തെ എല്ലാ ആളുകളും, ഏകദേശം ഈ പറയുന്ന 70% ആളുകളും BJP ആണ്, RSS ആണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും RSS ആണ്, BJP ആണ്, അപ്പൊ അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനും മാത്രം പ്രശ്നം ഇല്ലല്ലോ. BJP എന്ന് പറയുന്നത് നിങ്ങൾ ഈ കേരളത്തിൽ പറയുന്നത് പോലെ അതിഭീകരമായ എന്തോ മുസ്ലിങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ആളുകളോ അങ്ങനെയൊന്നും അല്ല. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഹോട്ടലിന്റെ നേരെ മുമ്പിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിന്റെ പെട്ടി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് നിസ്കാര പെട്ടി എടുത്തുകൊണ്ട് അവർക്ക് പോയിട്ട് ഈ പറയുന്ന ചടങ്ങുകളിൽ വെക്കാം. അതുപോലെ അവിടെ നിസ്കരിക്കാനുള്ള സമയം കൃത്യമായി അവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി പുറത്തുപോയി നിസ്കരിക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. അവിടെ BJP മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം വിജയിക്കുന്നത് BJP ആണ്. ആ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വിജയിക്കില്ല. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയും, പിന്നെ അഹമ്മദാബാദിന്റെ ഒരു ചിത്രം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതായത്, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അഹമ്മദാബാദിനെ നമ്മൾ ഏതോ ലണ്ടനിലോ അല്ലെങ്കിൽ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും എത്തിയതുപോലെയുള്ള ഒരു പ്രതീതി നമുക്ക് അതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. നെതർലാൻഡിൽ എത്തിയ പോലത്തെ പ്രതീതി ഒന്നും വരില്ലല്ലോ. കേരളത്തിലെ റോഡുകളെല്ലാം നെതർലാൻഡ് ലുക്ക് ആണെന്നാണ് നമ്മുടെ അത് വേറെ ലെവലാണ്. അത് അമേരിക്കനിൽ നിന്ന് വരെ ആളുകൾ വിളിച്ച് പറഞ്ഞ ട്രീറ്റ്മെന്റ് രീതിയും റോഡുമാണ് ഇവിടെയുള്ളത്. ആ പ്രതിഭാസത്തോട് നരേന്ദ്രമോദി അല്ല ആര് വന്നാലും അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല. അതിന് മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും ഉടനെ UP-യിലേക്ക് നോക്കൂ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിളിച്ചു പോകാറുണ്ട്. ആരാണ് UP-യിലേക്ക് നോക്കേണ്ടത്? ഇവിടെ കേരളത്തിലെ പോലും ഒരു ജില്ലയിൽ നിന്ന് അപ്പുറത്തെ ജില്ലയിൽ പോലും പോയിട്ടില്ലാത്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് പറയുന്നു UP-യിലേക്ക് നോക്കൂ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നുണക്കഥകൾ ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. ഈ പറയുന്ന ആൾ പോലും UP കണ്ടിട്ടില്ല. അതെന്താ അറിയോ, ഈ മനുഷ്യന്മാരാരും വണ്ടി വിളിച്ച് UP കാണാൻ പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. എന്ന് CPM UP-യിലേക്ക് ഒരു ടൂർ സംഘടിപ്പിക്കുന്നു, സഖാക്കളെയും ഈ പറയുന്ന സഹകരണ സംഘങ്ങളിലെ ആളുകളെയും വെച്ച് സംഘടിപ്പിക്കുന്നു, അന്നത്തോടെ ഇത് തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം UP-യിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്. എന്താ അറിയോ, അതായത് അവിടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ പോലീസ് വെടിവെച്ചു. ഒരു വിചാരണയ്ക്കും കൊടുത്തില്ല, വെടിവെച്ചു കൊന്നു. ഇന്ത്യയിൽ ഇതുപോലെ ഗുണ്ടാ സംഘങ്ങൾ വിളയാടിയിരുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നില്ല UP-യെ പോലെ. അവിടെ UP-യിൽ ഓരോ ജില്ലയിലും 2-3 ഗുണ്ടകളാണ്. ഗുണ്ടകൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന ചെറിയ ലൊട്ടിലൊടുക്ക് ഗുണ്ടകളല്ല, വലിയ ബംഗ്ലാവുകളും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും അവർ തീരുമാനിക്കും അവിടെ എന്ത് വേണം എന്നുള്ളത്. പക്ഷെ അതെനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞതേ, ജയിലിൽ അടയ്ക്കുക, അത് കഴിഞ്ഞ് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റേ തുണി കഷ്ണങ്ങൾ കെട്ടിയിട്ട്
ഇപ്പുറത്തേക്ക് വലിച്ച് പാട്ടകൾ വെച്ച് അതിന്റെ പുറത്ത് ചാടിക്കേറി അവൻ ഒറ്റക്കയ്യനായാലും അവൻ രക്ഷപ്പെടണമായിരുന്നു. ആ സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അല്ല, അതുകൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി പറഞ്ഞത്. എന്തായിരുന്നു എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദച്ചാമി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗുരുവായൂർ പോയി കുറച്ച് മോഷണം നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഉദ്ദേശം അതല്ലാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഗുരുവായൂർ പോയി തന്നെ മോഷണം നടത്തി എന്താണെന്നറിയോ? ഇവൻ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. ഗുരുവായൂർ പോയി മോഷണം നടത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരാമല്ലോ. ഇത്രയും സുഖസുന്ദരമായ ജയിൽ വരെ ഇവിടെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അവൻ യു പിയിലേക്ക് ഒന്നാ പോയില്ല, വേറൊരു സ്ഥലത്തേക്ക് പോയില്ല, ഇനിയിപ്പോ തമിഴ്നാട്ടിലേക്ക് പോയാൽ പോലും അവന്റെ കാര്യം പോകാം. പക്ഷെ അത് ചെയ്യില്ലാത്തത് ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് കാര്യം ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞത് ഇതാണ് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഛത്തീസ്ഗഡിൽ ഈ പറയുന്നത് ബസ്തർ ബിഷപ്പ് എന്ന് പറയുന്നത് അവിടെ ഛത്തീസ്ഗഡിലെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഷപ്പാണ്. അവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് ഇടയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, സഭാവസ്ത്രം അണിയാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടത്തുന്നത്? അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ നിരന്തരമായി ക്രിസ്ത്യാനികളെ കൊല്ലണ്ടേ, ക്രിസ്ത്യാനികളെ ആക്രമിക്കണ്ടേ? ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ എത്ര ക്രിസ്ത്യാൻ ആക്രമണം അവിടെ റിപ്പോർട്ട് ചെയ്തു, അവിടെ എത്ര പരാതികൾ കൊടുത്തു, എത്ര ക്രിസ്ത്യാനികളെ അവിടെ കൊന്നു, ഇതൊക്കെ കണക്കില്ലേ? ഇത്തരം കാര്യങ്ങളാണ് സഭയുടെ പിന്നെ എന്താണ് വയോധികനായിട്ടുള്ള വന്ധ്യ പിതാവ് ഈ ജോസഫ് കൊല്ലംപറമ്പിൽ ബിഷപ്പ് ആ പിതാവ് പറഞ്ഞത്. പിതാവിന്റെ ഈ ഒരു എന്താണ് ഈ പ്രസ്താവന ഇവിടെയുള്ള പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവി ഇത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ മനോരമ ഇത് കൊടുത്തിട്ടില്ല. മനോരമ ബസ്തർ ബിഷപ്പിനെ എടുത്ത് തലയിൽ വെക്കുന്ന ചാനലാണ് മനോരമ. എന്തുകൊണ്ടാണ് ബസ്തർ ബിഷപ്പിന്റെ ഈ ഒരു പ്രസ്താവനയെ അവരെടുത്ത് വെക്കാത്തത്? അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഇതുവരെ വേണ്ടിയിരുന്നോ? ഇല്ലല്ലോ. ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തുനിന്ന റിപ്പോർട്ടർ ടിവിയിലെ ജേർണലിസ്റ്റുകളോട് 3 മണിക്കൂർ അവിടുത്തെ വീട്ടിൽ പോയി നിന്നിട്ട് അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയില്ല. അദ്ദേഹം ജയിലിൽ പോയി ഇവർക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു മുങ്ങി. കാരണം ഇത് പറഞ്ഞാൽ തിരിച്ചടിക്കുമെന്നറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യം ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവിടെ ഈ പറയുന്ന ആന്റി കൺവെർഷൻ ലോ അത് ആരാ പാസ്സാക്കിയത്? കോൺഗ്രസ്. പിന്നെ ഈ ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ 18 സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ആന്റി കൺവെർഷൻ ലോ ഉണ്ട്. അതിൽ 17 നടപ്പിലാക്കിയത് പറയുന്ന കോൺഗ്രസ്. പിന്നെ എന്തിനാണെന്ന് BJP കുറ്റം പറയുന്നത്? ഇത് വെറുതെ ആണോ കോൺഗ്രസ് നടപ്പിലാക്കിയത്? അത് 1960 മുതൽ 1992 വരെ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലായിട്ട് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിയമം. കർണാടകയിൽ മാത്രമാണ് BJP ഈ നിയമം പാസ്സാക്കിയത്. എന്നാലും കുറ്റമാർക്കാം BJPക്കാണ്. ഇതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളോട് പറയും മനസ്സിലാവാത്ത? അത് ഈ VD സതീശന് ഇത് കേൾക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ഇങ്ങോട്ട് പണയണ്ട എന്നുള്ള നിലപാടാണ് ആർക്കുള്ളത്? സതീശനൊക്കെ ഉള്ളത്. പിന്നെ ഗോവിന്ദ മാഷാണെങ്കിൽ പിന്നെ ഞങ്ങൾ ബംഗാളും ത്രിപുരയും മാത്രമേ അവരെ കയ്യിലുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ അവിടെ മാത്രമാണല്ലോ നാമമാത്രമായിട്ടെങ്കിലും കാര്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ 1960കളിൽ ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന ആന്റി കൺവെർഷൻ ലോ നടപ്പിലാക്കിയതിന്റെ പിന്നിൽ മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട്. അതും കൂടി നമ്മൾ പറയണം. ഇന്നലെ ജനൻ TV പുറത്തുവിട്ട വളരെ സുപ്രധാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ് മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എനിക്കറിയില്ല. കാരണം ഈ പെൺകുട്ടികളെ ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്ന നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ നാരായൺപൂരിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ നക്സൽ വിഭാഗങ്ങൾ അവർക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഈ പറയുന്ന നാരായൺപൂർ. ആ നാരായൺപൂരിൽ വെച്ച് അവിടുത്തെ ഈ പറയുന്ന CPIയുടെ ജില്ലാ കൗൺസിൽ ഓഫീസിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടികളെ അവിടെ നിർത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്തു എന്ന് പറയണം, ഈ പറയുന്ന ജ്യോതി ശർമ്മ ബലാത്സംഗം ചെയ്യും എന്ന് പറയണം. ചെറുതായിട്ട് സ്ക്രിപ്റ്റ് പാളിപ്പോയി. ജ്യോതി ശർമ്മ ഈ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പറഞ്ഞത് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അത് എന്ത് തരം ബലാത്സംഗം എന്ന് എനിക്കറിയില്ല. അപ്പൊ അത് പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് മാറിപ്പോയി. പെൺകുട്ടിയോട് പറഞ്ഞു പോയത് ജ്യോതി ശർമ്മ എന്നാണ് പറഞ്ഞു പോയത്. എന്തായാലും കോൺഗ്രസിന് എല്ലാ സ്ക്രിപ്റ്റുകളും തെറ്റുന്നു. ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തിയാണോ ഈ പിതാവിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതെന്ന് പോലും ചിലപ്പോൾ ഇനി പറയുമായിരിക്കും. തീർച്ചയായും അരുൺ ജെയ്റ്റ്ലിയുടെ മോൻ പറഞ്ഞ കേട്ടില്ലേ, അച്ഛൻ ഈ സമയത്ത് മരിച്ചു, 19 മരിച്ചു എന്നാണ് എന്റെ അറിവ്. അച്ഛൻ ഇനി പ്രേതമായിട്ടെങ്ങാനും വന്നിട്ടാണോ 20 പറഞ്ഞതെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയില്ല. AICC പോലും അതിന് മറുപടി കൊടുത്തിട്ടില്ല. അത് വേറെ കാര്യം. ഇപ്പൊ അതുപോലെ ഈ പ്ലാനിങ് അത് കോൺഗ്രസ് ആണെങ്കിൽ ഇത് CPI ആണ്. അതാണ് അവർക്ക് ആകെ ഒരു 4 ആളുകളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഇത്തരം സ്ഥലങ്ങളാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നക്സൽ ബാധിത പ്രശ്നങ്ങളുള്ള സ്ഥലം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡാ. അവിടെ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരെ നടു റോഡിൽ വെച്ചുകൊണ്ട്
വെടിവെച്ച് കൊന്ന സ്ഥലമാണ് ഈ ഛത്തീസ്ഗഡ്. നമ്മൾ ആ കാഴ്ച ഒന്ന് കാണണമായിരുന്നു. അതായത് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാർ നിരന്ന് അവിടെ വെടികൊണ്ട് കിടക്കുകയാണ്. 2ഓളം കേന്ദ്രമന്ത്രിമാരെയും അതിന്റെ വാഹന വ്യൂഹത്തെയും ഒരുമിച്ച് ഇവർ വെടിവെച്ച് തകർത്തു. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം അമിത്ഷാ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അവിടെ നക്സലുകൾ എന്താക്കിയത്, ഈ വല്ലാത്ത രീതിയിൽ അവിടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ജനജീവിതം, സ്വൈര്യജീവിതം അവിടെ ഉറപ്പുവരുത്താൻ സാധിച്ചത് ഇവർക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ പാതിരിമാരിൽ നിന്ന്, അതുപോലെ തന്നെ ഈ സുവിശേഷ പ്രസംഗകരിൽ നിന്ന് വലിയ തരത്തിലുള്ള സ്വാധീനം കിട്ടുന്നുണ്ട്, വലിയ രീതിയിലുള്ള സഹായം കിട്ടുന്നുണ്ട്. ഇവരെന്താണെന്നറിയോ ഈ നക്സലുകളെ സഹായിക്കുന്നത്? ഇവർക്ക് ഇവരോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. നക്സലുകളെ സഹായിച്ചാൽ നക്സൽ ഭാഗത്തേക്കുള്ള അവരുടെ കയ്യിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് പ്രവേശനമുണ്ട്. അവരിവിടെ പോയിട്ട് ഈ പറയുന്ന ആദിവാസികളെ എന്ത് ചെയ്യും? മതപരിവർത്തനം നടത്തും. അതിനുവേണ്ടി ഈ പറയുന്ന നക്സലുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയ പാലമാണ് ഈ നക്സലുകളുമായിട്ടുള്ള ബന്ധവും. അവർക്ക് അരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഫണ്ട് എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക, അവരുടെ ഏരിയകളിലേക്ക് ഇവരെ കടത്തിവിടുകയും ചെയ്യും. ഇത് അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് അവിടെ ഈ മതപരിവർത്തനം അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നക്സലിസം വർദ്ധിപ്പിക്കുന്നു. 2 ഹിന്ദു കുട്ടികളെ കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് ബസ്തർ ബിഷപ്പ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കണം അവിടെ എന്താണ് നടന്നതെന്ന്. ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ഒക്കെ പോയി കെട്ടിപ്പിടിച്ചല്ലോ. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസിയെ കൊണ്ടുപോയാൽ ആക്രമണങ്ങൾ നടത്തിയാൽ പോകുമോ? ഈ ജോൺ ബ്രിട്ടാസ് അല്ലേ മാതാമൃതാനന്ദമയിക്കെതിരെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് സ്വന്തം ചെലവിൽ, കൈരളി ചാനലിന്റെ ചെലവിൽ പോയി ഫ്ലൈറ്റ് പിടിച്ച് അമൃതാനന്ദമയിക്കെതിരെയുള്ള അലിഗേഷൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ച് ആ പറയുന്ന യുവതിയുടെ പുസ്തകം ഇതാണ് പുസ്തകം എന്നൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞത് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് അല്ലേ? ഇദ്ദേഹത്തിന്റെ മുതലാളിയുടെ മകൾ പഠിച്ചത് ഈ അമൃത വിദ്യാലയത്തിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മയില്ലായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ബസ്തർ ബിഷപ്പിന്റെ ഈ പ്രസ്താവന പല മാധ്യമങ്ങളും മൂടി വെക്കുന്നുണ്ടെങ്കിലും സത്യം പുറത്തു വരും. ഇതേ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. വയനാട്ടിൽ ഈ പറയുന്ന നക്സലുകളെ വെടിവെച്ചു വന്നല്ലോ, മാവോയിസ്റ്റുകളെ. അത് കീഴടങ്ങിയ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ വല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഈ നക്സലുകളുടെ ശല്യമുണ്ട്. അതെങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതുപോലുള്ള പ്രവർത്തനം തന്നെയാണ് കർണാടക കേരള അതിർത്തികളിൽ സംയുക്തമായി നടപ്പിലാക്കുന്നതെന്ന്. അതൊക്കെ പിണറായി വിജയനോട് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൃത്യമായ ഡാറ്റകളുണ്ട്. ആ ഡാറ്റകളെ മറച്ചു വെക്കാൻ കഴിയില്ല. എല്ലാവരും എക്കാലവും ഈ പറയുന്ന ദേശാഭിമാനിയും അതുപോലെ തന്നെ കൈരളിയും മാത്രമല്ല കാണുന്നത് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്.